സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ആ ചട്ടത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് സസ്പെൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിലാണ് അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ 9 മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് 3 തവണ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ചട്ടത്തിൽ വരുന്ന ഒരു പ്രശ്നം എന്താണ്? അത് ഉന്നയിക്കാനുള്ളൊരു സാധ്യതയില്ലേ? ഇത്തരം വാദങ്ങളൊക്കെ എൻ പ്രശാന്തിന് ഇനി ഹിയറിംഗിന്റെ സമയത്ത് ഉന്നയിക്കാൻ കഴിയും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതിനകത്ത് നിലനിൽക്കുന്ന അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നതാണ്, വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ തന്നെ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളും ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, ആ വിവരാവകാശ രേഖകൾ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം, മുൻ ചീഫ് സെക്രട്ടറി ആയ ശാരദാ മുരളീധരന്റെ കാലത്ത് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ, എൻ പ്രശാന്തിനെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ റിവ്യൂ കമ്മിറ്റിയുടെ നോട്ട് എഴുതിയിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് പുതിയൊരു അന്വേഷണവും എൻ പ്രശാന്തിനെതിരെ നടക്കാത്തതിനാൽ അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കാം എന്നായിരുന്നു. എന്നാൽ എ ജയതിലക് ചീഫ് സെക്രട്ടറി ആയ ശേഷം വീണ്ടും റിവ്യൂ കമ്മിറ്റി യോഗം ചേരുകയായിരുന്നു. അന്ന് എ ജയതിലകിനെതിരാണ് കൂടിയാണ് ആരോപണം എന്നതിനാൽ അദ്ദേഹം റിവ്യൂ കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബാക്കി 2 ഉദ്യോഗസ്ഥർ മാത്രം യോഗം ചേർന്നുകൊണ്ട് ഈ സസ്പെൻഷൻ നീട്ടാനുള്ള തീരുമാനമെടുക്കുകയാണ് അന്ന് ചെയ്തതെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ അന്ന് മൂന്നാമനായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിട്ടുള്ള രാജൻ ഗോബ്ഗ്രയുടെ യഥാർത്ഥത്തിൽ അന്വേഷണ സമിതിയിലേക്ക് ആ റിവ്യൂ കമ്മിറ്റിയിലേക്ക് വരേണ്ടതായിരുന്നു. അന്ന് അതില്ലാതെയാണ് തീരുമാനമെടുത്തതെന്ന ആക്ഷേപവും ഒക്കെ ഉയർന്നിരുന്നു. ഇങ്ങനെ വിവിധ തലത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകളിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ അഖിലേന്ത്യാ സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ കൂടി അതിൽ നിന്നുകൂടി വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എൻ പ്രശാന്ത് നൽകിയിരിക്കുന്ന മെമ്മോയ്ക്ക് നൽകിയ മറുപടിയുണ്ട്. ആ മറുപടിയും അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളെയും ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പുതിയൊരു അന്വേഷണത്തിനുള്ള പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ നിന്നല്ല നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കുറെ കാലം കൂടി നീളും എന്നുള്ളതാണ്. കാരണം ഈ അന്വേഷണത്തിന് സമയപരിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 മാസം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം 9 മാസമായി സസ്പെൻഷനിലാണ്. 3 മാസമാകുമ്പോൾ അത് വീണ്ടും ഉയരുന്ന ഘട്ടത്തിലേക്ക് പോകും. വേണമെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാനുള്ള കാലാവധി സംസ്ഥാന സർക്കാരിന് ചട്ടപ്രകാരം തന്നെ നീട്ടി നൽകാനും കഴിയും. അങ്ങനെ വന്നാൽ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോഴൊക്കെ റിവ്യൂ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം പൂർത്തിയാകുന്നവരെയും അദ്ദേഹം പുറത്തിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ തുടരട്ടെ എന്ന തീരുമാനമെടുക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ള വസ്തുതയാണ്. എൻ പ്രശാന്ത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് എതിരെ കൂടിയാണ്. അതൊരു IAS തലത്തിലെ പോരു കൂടിയായി മാറിയിട്ടുണ്ട് നേരത്തെ തന്നെ. സ്വാഭാവികമായും ഇതിപ്പോൾ എൻ പ്രശാന്തിനെ വേട്ടയാടുന്നു എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ ആണ്. ധന്യ. ശരി സാജു.